വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. കർക്കിടക മാസത്തിൽ 10 വർഷമായി തുടർച്ചയായി ശബരിമല സന്നിധാനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം വാദ്യകലാകാരന്മാർ. ഇത്തവണ 41ഓളം കലാകാരന്മാരാണ് സന്നിധിയിൽ വാദ്യാർച്ചന നടത്തുന്നത്. കർക്കിടക മാസത്തിൽ തുടർച്ചയായ 10 വർഷത്തിലധികമായി ശബരിമല സന്നിധാനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഒരു കൂട്ടം വാദ്യ കലാകാരന്മാർ. ഇത്തവണ 41ഓളം കലാകാരന്മാരാണ് പാലക്കാട് ജില്ലയിലെ കൈലിയാട് പഞ്ചവാദ്യ സംഘത്തിന്റെ പേരിൽ സന്നിധാനത്ത് വാദ്യാർച്ചന നടത്തിയത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി കർക്കിടക മാസത്തിലെ 5-ാം തീയതി മാസപൂജകൾ കഴിഞ്ഞ് നടയടയ്ക്കുന്ന ദിവസമാണ് കൈലിയാട് പഞ്ചവാദ്യം സംഘത്തിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചു വരുന്നത്. ഇക്കുറിയും മുടങ്ങാതെ കലാകാരന്മാർ സന്നിധാനത്തെത്തി 1.5 മണിക്കൂർ അധിക നേരം പഞ്ചവാദ്യം അവതരിപ്പിച്ചു. തിമിലയിൽ കൈലിയാട് ബാലകൃഷ്ണനും, മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും, കൊമ്പിൽ എളനാട് ഗോവിന്ദൻകുട്ടിയും, ഇടക്കയിൽ കുളപ്പുള്ളി വിജുവും, പ്രമാണിമാരായ മേജർ സെറ്റ് പഞ്ചവാദ്യത്തിൽ 41ഓളം കലാകാരന്മാരാണ് അണിനിരുന്നത്. സന്നിധാനത്തിൽ 18-ാം പടിക്ക് താഴെയാണ് ഈ കുറി കലാകാരന്മാർ പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. കർക്കിടക മാസത്തിൽ ഇത്തരത്തിൽ വാദ്യാർച്ചന നടത്താൻ അവസരം നൽകുന്ന ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടുന്ന ജീവനക്കാരോടും നന്ദിയുണ്ടെന്ന് കൊമ്പ് കലാകാരനായ കൈലിയാട് രാജേഷ് പറഞ്ഞു. മുൻപ് കൈലിയാട് പ്രദേശത്തെ കലാകാരന്മാരെ മാത്രം സംയോജിപ്പിച്ചായിരുന്നു വാദ്യാർച്ചന നടത്തിയിരുന്നത്. എന്നാൽ ഓരോ വർഷവും കേരളത്തിലെ പേര് കേട്ട വാദ്യ പ്രമാണിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത്. നമസ്കാരം, ഞാൻ കൈലിയാട് രാജേഷ്. ഞങ്ങൾ ശബരിമലയിൽ ഈ കർക്കിടക മാസം 5-ാം തീയതി പഞ്ചവാദ്യം അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷമെങ്കിലായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ വന്നിട്ട് പഞ്ചവാദ്യം കൊട്ടിട്ട് തിരിച്ച് ഇറങ്ങി കഴിയുമ്പോൾ. അതിന് ഞങ്ങളുടെ കൂടെ കൈലിയാട് പഞ്ചവാദ്യ സംഘം എന്ന പേരിലാണ് ഇവിടെ കൊട്ടാൻ വേണ്ടി വരുന്ന ടീം സെറ്റ് ചെയ്യുന്നത്. ഇത് കൈലിയാടുള്ളവരല്ല, പല ഭാഗത്തുള്ളവർ സഹകരിക്കാറുണ്ട്. എങ്കിലും അതിന് വന്നു കഴിഞ്ഞാൽ ഒരു 10-40 പേര് ചുരുങ്ങിയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ വരുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്ക് വേണ്ടുന്ന നല്ല സഹകരണം അവിടെ ചെയ്തു തരാറുണ്ട്. വേണ്ടുന്നതായ 2-3 കൊല്ലം മുമ്പൊക്കെ ക്ഷേത്രത്തിനോട് ചേർന്ന ഗണപതി അമ്പലത്തിന് മുന്നിലൊക്കെയാണ് പഞ്ചവാദ്യം കൊട്ടിയാറുള്ളത്. ഇപ്പോൾ അതിനുള്ള അനുമതി അവിടെ നിന്ന് ഇന്ത്യ ഹൈക്കോടതി വിധിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും 18-ാം പടിക്ക് താഴെയിലും കൊട്ടാനുള്ള ഒരു അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. അതിന് ആ സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ, മറ്റു ഉദ്യോഗസ്ഥന്മാർ എല്ലാവരോടും ഞാൻ കൈലിയാട് പഞ്ചവാദ്യ സംഘത്തിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.